അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. അകാലത്തിൽ പൊലിഞ്ഞ പ്രിയ സഹപ്രവർത്തകന്റെ ഓർമ്മയ്ക്കായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ. തുവൂർ മേഖലാ കമ്മിറ്റിയാണ് പറവട്ടി ഹാരിസിന്റെ ഓർമ്മയ്ക്കായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാമ്പുഴ GLP സ്കൂളിൽ നടന്ന ക്യാമ്പ് ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു പറവട്ടി ഹാരിസ്. മരമുറി തൊഴിലാളിയായിരുന്ന ഹാരിസ് ജോലിക്കിടെയുണ്ടായ അപകടത്തിലാണ് മരണപ്പെട്ടത്. പ്രിയ സഹപ്രവർത്തകന്റെ ഓർമ്മയിൽ തുടർച്ചയായ 6ാം വർഷമാണ് തുവൂർ മേഖലാ കമ്മിറ്റി യുവതയുടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രക്തബാങ്കുമായി സഹകരിച്ച് മാമ്പുഴ GLP സ്കൂളിലായിരുന്നു ക്യാമ്പ്. വനിതകൾ ഉൾപ്പെടെ 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തു. നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ ബ്ലഡ് ബാങ്കുകളിലൊക്കെ രക്തത്തിന് വലിയ ക്ഷാമം നേരിടുന്ന ഘട്ടത്തിലാണ് സഖാവ് ഹാരിസിന്റെ ഓർമ്മകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ മഞ്ചേരി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പിൽ ഏകദേശം 100ലധികം ചെറുപ്പക്കാരാണ് രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് ഇന്ന് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ച് ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിക്കൊണ്ട് ഏറ്റെടുക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഈ പ്രവർത്തനങ്ങൾ വരും കാലഘട്ടങ്ങളിലും ഏറ്റവും കരുത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഈ പരിപാടിയിൽ സഹകരിച്ച രക്തം ദാനം ചെയ്തിട്ടുള്ള ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഉപയോഗിക്കും. മേഖലാ സെക്രട്ടറി NK ഷബീർ, പ്രസിഡന്റ് CP ബിബിൻ, ട്രഷറർ KV സുധിൻ, അനിൽ മാമ്പുഴ, വി രാഗേഷ്, റിൻഷ ബേബി, അമീൻ ഖാൻ, സുജിഷ്, ഷാജത്ത്, ഫസലുർ റഹ്മാൻ, P സമീന, ആരിഫ് പറവട്ടി, നാണി മാമ്പുഴ, അഡ്വക്കേറ്റ് ദിൽഷ, പ്രദീപ് വലിയട്ട, രഞ്ജൻ തേക്കുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തുവൂർ.